വെൽക്കം ടു ചിത്ത വീട്ടി ലൈറ്റ്സ്. നിങ്ങൾ ഈ കാണുന്ന സത്യത്തിൽ കോവിഡ് നശിപ്പിച്ചിട്ടുള്ള ഒരു ചിത്രരചനയാണ് കേട്ടോ. ആക്ച്വലി അമ്മ ഇത് മ്യൂറൽ പെയിൻറ് ചെയ്ത് ഭയങ്കര ഭംഗിയാക്കണമെന്ന് ആഗ്രഹിച്ച് വരച്ചിട്ടുണ്ടായിരുന്ന കൃഷ്ണലീലകളാണ്. കോവിഡൊക്കെ എല്ലായിടവും പടർന്നു പിടിക്കുന്നതിന് മുമ്പ് അമ്മയൊന്ന് നാട്ടിലേക്ക് പോയതാണ്. അതിനുശേഷം തിരികെ വരാൻ പറ്റുന്നത് 2 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോഴേക്കും വരച്ചു വെച്ചിരിക്കുന്ന പലതിൻ്റെയും ടച്ച് വിട്ടുപോവുകയാണ് ഉണ്ടായത്. കാളിയമർദ്ദനവും അതുപോലെ തന്നെ ഗോക്കളുടെ അരികിലെത്തി പാല് കുടിക്കുന്ന കൃഷ്ണനും ഉറിയിൽ നിന്നും വെണ്ണ കക്കുന്ന കുഞ്ഞിക്കൃഷ്ണനും ഒക്കെ നമുക്കൊരുപാട് പരിചയമുള്ളതാണല്ലോ. അതൊക്കെ തന്നെയായിരുന്നു അമ്മ മനസ്സിൽ കണ്ട് ഭാവനയിൽ വിരിഞ്ഞ രീതിയിൽ വരച്ചെടുത്തിരുന്നത്. അതുപോലെ തന്നെ മണിഗ്രീവയും നളകുമരയും മരങ്ങളാകുന്ന കഥയും അതിന് ശാപമോക്ഷം നൽകുവാൻ വേണ്ടി കെട്ടിയ ഉരലുമായി മുന്നിലേക്ക് നടന്ന് അതിനെ തടഞ്ഞു വെച്ചവർക്ക് ശാപമോക്ഷം നൽകിയ കഥയുമൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ കഴിയുന്നവയാണല്ലോ. കാളിയമർദ്ദനത്തിൽ കാളിയന് 5 തലയുണ്ടെന്നും അതിന് മുകളിൽ കയറിയാണ് കൃഷ്ണൻ നൃത്തം ചെയ്തതെന്നും ഒക്കെ പണ്ട് കഥകളിൽ കേട്ടത് ഞാൻ ഇന്ന് ഓർക്കുന്നു. ഇപ്പോൾ ഈ ഒരു മ്യൂറൽ പെയിൻറ്റിങ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റു വരുന്നുണ്ട്. അത്ര ചെറുതായിരുന്ന സമയത്ത് ഞാൻ കേട്ട കഥകളൊക്കെ കൺമുന്നിൽ കാണുന്നത് പോലെ അമ്മ വരച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടോ പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഞാൻ അമ്മയോട് പലപ്പോഴും പറയാറുണ്ട്, ഇത് നമുക്കൊന്ന് ഫുള്ളി സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കുമെന്ന്. എവിടെയോ വെച്ച് മുറിഞ്ഞു പോയ ചില കാര്യങ്ങൾ പിന്നീട് കൂട്ടിയിണക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത്രയും രസകരമായിരിക്കില്ല അതെന്നൊരു ചിന്ത കൊണ്ടാണ് അമ്മ ഇത് മുഴുവിപ്പിക്കാത്തതെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ എന്തോ എനിക്ക് ഈ ചിത്രം വളരെ ഇഷ്ടമാണ്. ഇത് ഞാൻ എപ്പോഴും ആ ഒരു മുറിയുടെ കോണിൽ ഇങ്ങനെ തന്നെ വെച്ചിരിക്കും. കാണുവാൻ കൗതുകമാണ്. അമ്മയുടെ ഒരുപാട് വലിയ വലിയ ഭാവനകൾ വിരിഞ്ഞ ഒരു ക്യാൻവാസാണിതെന്ന് ഞാൻ എപ്പോഴും അമ്മയോട് പറയാറുണ്ട്. ഓക്കെ, അമ്മയ്ക്കത് കഴിയുമെങ്കിൽ പൂർത്തിയാക്കാൻ ശ്രമിക്കണമെന്ന്. ചിലപ്പോഴൊക്കെ മനസ്സ് കൈവിട്ട് പോകുമ്പോഴാണ് നമുക്ക് രചനകൾ പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പം 2 വർഷത്തെ ഒരു ഗ്യാപ്പ് വന്നു. അതിനുശേഷം പിന്നീട് വരുമ്പോൾ ആ ഒരു കൗതുകവും അതേപോലെ തന്നെയുള്ള ഒരു മനസ്സും നമുക്ക് ലഭിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. ചിലപ്പോൾ അമ്മ ഇത് വരയ്ക്കുമായിരിക്കാം. അമ്മ ഇത് വരയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ഈ ഒരു ഷോർട്സ് എടുക്കുന്നത് പോലും. എപ്പോഴെങ്കിലും അമ്മയ്ക്ക് തോന്നുകയാണെങ്കിലോ ഇതൊന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്യണമെന്ന്, കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിനുണ്ടാകുന്ന ഭംഗി എത്രത്തോളം ആയിരിക്കുമെന്ന് ഞാൻ ഇപ്പോഴേ മനസ്സിൽ കണക്ക് കൂട്ടാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു നല്ല മൊമെൻറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. എപ്പോഴെങ്കിലും അത് സംഭവിക്കും എന്നുള്ള വിശ്വാസത്തിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ഷോർട്സ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കഥകളൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവില്ലേ ചെറുപ്പത്തിൽ കേട്ടതൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.